ഹേ ഗായ്സ്, നമസ്കാരം. എൻ്റെ പേര് ഹരികേഷ്. ഞാൻ നിങ്ങളുടെ ഓഡിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ CMA ഇൻ്റർമീഡിയറ്റ് ന്യൂ സിലബസ്, അതായത് സിലബസ് 2022, പുതിയ സിലബസിലെ പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ആ പേപ്പറിൽ ഓഡിറ്റിംഗ് മാത്രമായിരിക്കും ഞാൻ ഡീൽ ചെയ്യേണ്ടാവും. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് വേറെ ഫാക്കൽറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് പേപ്പർ എന്താണെന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം, മൊത്തം എങ്ങനെയാണ് പേപ്പർ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വന്നിട്ട് 50%, ഓഡിറ്റിംഗ് 50% ആയിരിക്കും. നിങ്ങളുടെ മൊഡ്യൂളിൽ തന്നെ, സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഇതിൻ്റെ വെയിറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 50%, ഓഡിറ്റിംഗ് 50%. അപ്പോൾ ഈ ഓഡിറ്റിങ്ങിനെ തന്നെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം വന്നിട്ട് ബേസിക് കൺസെപ്റ്റ്സ്, ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, അതൊരു 10% കവറേജ് ആണ് നിങ്ങളുടെ പേപ്പറിൽ ഉള്ളത്. അതായത് ബേസിക് കൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്, ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്. നമ്മൾ പൊതുവേ ഒരു ഫ്രഷ് ഡയലോഗ് ഉണ്ടല്ലോ, എന്തിനാ പഠിക്കണേ എന്നുള്ള അമ്മാവൻ ഡയലോഗ്, അതുപോലെ എന്താണ് ഓഡിറ്റിങ്, എന്തിനാ അത് പഠിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ ഈ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇല്ലെങ്കിൽ ആ 6th ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് എന്തൊക്കെയാണ് നമ്മൾ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഒരു ഓഡിറ്റിംഗ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു ഫിക്സ് ചെയ്ത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകും. മേ ബി നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് കുറേ പേരുണ്ടാകും, ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഓഡിറ്റിങ്ങിനുള്ള കാഴ്ചപ്പാട് ചിലപ്പോൾ ഈ പേപ്പർ ഉദ്ദേശിക്കുന്നതും നമ്മുടെ ഈ സെയിം ആയിരിക്കണമെന്നില്ല. ഫസ്റ്റത്തെ ആ ഏരിയ കവർ ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടും. കുറേ ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ ആ ടെർമിനോളജീസ് നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. രണ്ടാമത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. അതായത് കമ്പനീസ് ആക്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലോ പേപ്പറിൽ പഠിക്കാനുണ്ടോ കമ്പനീസ് ആക്ട്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് തന്നെ ഓഡിറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യണത് എങ്ങനെയായിരിക്കണം, അവരുടെ റെമ്യൂണറേഷൻ എങ്ങനെയായിരിക്കണം, അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ടിലുള്ള കുറേ പ്രൊവിഷൻസ് ആണ് നമ്മുടെ ഈ ഓഡിറ്റിംഗ് സിലബസിൽ, ആ കമ്പനീസ് ആക്ടിലുള്ള പ്രൊവിഷൻസ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. കാരണം 30% ഓഫ് കവറേജും ഈ കമ്പനി ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഓഡിറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർടേക്കിംഗ്. സംഭവം എന്താ വെച്ചാൽ കുറേ ടൈപ്പ് ഓഫ് അണ്ടർടേക്കിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഡിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഓഡിറ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർടേക്കിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അത് കുറേ പോയിന്റ് ആയിരിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുണ്ടായില്ല, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളാണ് അതുണ്ടാകുക. അത് എൻ്റെ അറിവ് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു രീതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ പേപ്പറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഇതൊരു ജാക്ക്പോട്ടാണ് ഈ പേപ്പർ. കാരണം നല്ലൊരു സ്കോറിംഗ് പേപ്പറാണ് ഈ പേപ്പർ 10 എന്നുള്ളത്. കാരണം ഇതിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, പിന്നെ ഓഡിറ്റിംഗ് ആണ്. ഈ അക്കൗണ്ടിങ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ബേസിക്സ് ഒക്കെ വളരെ വളരെ ക്ലീൻ ആയിട്ട് ബേസിക് തറവാക്കി വെക്കണം. കാരണം നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വന്നവരാണ്, മേ ബി കുറേ പേര് ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരുണ്ടാകും. പക്ഷെ ബേസിക്കിൽ കുറേ പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മളത് +2നും ഡിഗ്രിക്കൊക്കെ അത് മതിയാകുമായിരിക്കും, പക്ഷേ ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനിത് പോരാ. അപ്പോൾ നമ്മൾ ആ ബേസിക് നല്ല തറവായാലേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും. കാരണം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ബേസ് കുറേ കാര്യങ്ങൾ, അതായത് ജേണൽ എൻട്രി, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ജേണൽ എൻട്രിയിൽ ഒരു കാര്യം ഡെബിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു കാര്യം ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് അക്കൗണ്ട്സ് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ സബ്ജക്റ്റിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ വർക്കിങ്സ് ഒക്കെ ഉണ്ടാകും ഓരോ ചാപ്റ്ററിനനുസരിച്ചിട്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, അതായത് ബേസ് തറവായ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും, നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യണത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതിൽ മാത്രമാണ്, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് എഴുതാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്കോറിങ് ഏരിയ ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിനെ കുറിച്ച് വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ CMA സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ സ്വാഭാവികമായി ഉള്ളത് ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതല്ലല്ലോ, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ആണുള്ളത്.
അപ്പോൾ അതന്നെയാണ് എൻ്റെയും ഒരു ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതൊരു തിയറി പേപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക, അവിടെ പോയിട്ട് ഓർക്കുക, പിന്നെ എഴുതുക. ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണമെന്ന് ഞാനൊന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇതൊരു വേ ഓഫ് ടീച്ചിങ് ആണ്, ഇല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ആണ്. സ്റ്റഡിങ് അല്ല, നമ്മൾ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കലല്ല, മനസ്സിലാക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു രീതി, ഞാൻ പറഞ്ഞു തരുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ തോന്നും എന്തിനാണ് ഇത്രയും അറിയേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഇത്ര അറിയേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ആ 50% ഒരു പേപ്പറിന് 50% ഉള്ളൂ, അത് ഓഡിറ്റിംഗ് ആണ്, ഞങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഇനി ചെയ്യാൻ പോകുന്നുണ്ടാവില്ല, അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യം തോന്നും, ഇത്രയും പഠിക്കേണ്ട ആവശ്യം തോന്നും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കുറേ പേര് ഈ പ്രൊഫഷണൽ സ്റ്റഡീസ് മേ ബി +2 കഴിഞ്ഞിട്ട് മേ ബി ഡിഗ്രിക്കൊന്ന് പോകാൻ നേരെ ചേരുന്നവരായിരിക്കും. അപ്പോൾ കുറേ പേര് പെടുന്നത് ഇവിടെയാണ്. കാരണം നമ്മൾ ഈ ആ ഒരു +2 പ്രേതം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ആ ഡിഗ്രി പ്രേതം, അതിനൊന്ന് ഒഴിപ്പിക്കണം. കാരണം അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാ ടോപ്പിക്കും കുറച്ച് കുറച്ച് മനസ്സിലാക്കും, നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് അത് മതി +2 ജയിക്കാൻ, ഇല്ലെങ്കിൽ അതിന് നല്ല മാർക്ക് കിട്ടാൻ. ഇവിടെ വന്ന് പെടുന്നത് അവിടെ ആയിരിക്കും. കാരണം ഇതിനത് പോരാ. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയണം, മനസ്സിലായില്ലേ? അപ്പോൾ കുറേ ഞാൻ പെട്ടു. പിന്നെ അത് മനസ്സിലായതിനു ശേഷമാണ് അവിടെ നിന്ന് കരകയറിയത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി എന്താ വെച്ചാൽ, ഞാൻ ഓഡിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ നിങ്ങളിത് തിയറി പേപ്പറാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകും നിങ്ങൾക്ക്. അപ്പോൾ തിയറി അല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് പ്രാക്ടിക്കലാണ്. കാരണം ശരിക്കും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓഡിറ്റിംഗ്. അപ്പം നിങ്ങളുടെ വിഷ്വലൈസേഷൻ ആ രീതിക്ക് കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. കുറേ ടെർമിനോളജീസ് ഉണ്ടാവും. ആ ടെർമിനോളജീസ് ഓഡിറ്റിങ്ങിൽ മസ്റ്റാണ്. അതായത് ആ ടെർമിനോളജീസ് അവിടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് വരുള്ളൂ. അപ്പം ആ പ്രോസസ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കും എങ്ങനെ, ഈ ടെർമിനോളജീസിലൂടെ. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യണം ആൻസർ, അല്ലാണ്ട് ഓർത്തെടുത്ത് എഴുതുകയല്ല. അത് നിങ്ങൾക്ക് ഈ രീതിക്ക്, ഞാൻ പറയുന്ന രീതിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ മനസ്സിലാക്കി പഠിച്ചിട്ട് അവിടെ പോയിട്ട് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഡിറ്റിംഗിൽ മാർക്ക് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഈ പേപ്പർ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അഗ്രിഗേറ്റിനുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് നമുക്ക് ആ അഗ്രിഗേറ്റിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ ഇതിൽ കൂടെ നമുക്ക് സഹായിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എന്താ പറഞ്ഞാൽ, നമ്മൾ എക്സാം ചിലപ്പോൾ നന്നായി എഴുതിയെന്ന് വിചാരിക്കും, നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ മെയിൻ ഈ തിയറി ഓറിയൻറ്റഡ് സബ്ജക്റ്റിലാണ് അത് പ്രശ്നം വരിക. നമ്മൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മാർക്ക് കിട്ടില്ല. അത് പലപ്പോഴും നമ്മളെ അഗ്രിഗേറ്റിൽ പെടുത്തും. അപ്പോൾ വന്നിട്ട് എന്താ ശരിക്കും പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ എഴുതുന്ന ആൻസർ അല്ലേ, പണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ +2 അല്ലെങ്കിൽ ആ ഡിഗ്രി ഒരു മൈൻഡ് സെറ്റിൽ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് കുറച്ച് മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് നമ്മുടേതായ രീതിക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടെഴുതും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉത്തരം ശരിയാണോ ചോദിച്ചാൽ ശരിയാണ്, എന്നാൽ അത്രത്തോളം ശരിയല്ല. അതായത് ഇവിടെ എപ്പോഴും എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ, ആൻസർ വന്നിട്ട് കറക്റ്റ് ആൻസർ ആയിരിക്കണം, കംപ്ലീറ്റ് ആൻസർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അതായത് കറക്റ്റും ആയിരിക്കണം, കംപ്ലീറ്റ് ആൻസർ ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് പറഞ്ഞത്. നമ്മൾ ഈ പഴയ രീതിയിൽ എഴുതാന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വെറുതെ നമ്മുടേതായ രീതിയിൽ എഴുതാന്ന് വെച്ചാൽ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്ക് ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുള്ളൂ. നമുക്കൊരു 3.5ൻ്റെ മേലെ പോകണമെങ്കിൽ ഈ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻസർ എഴുതണം. ഇത് ഞാൻ പറയുന്നത് ഇതിന് മാത്രമല്ല, നിങ്ങൾ ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഇല്ലെങ്കിൽ എല്ലാ പേപ്പറിലും ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം പഠിക്കുമ്പോൾ തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പഠിക്കുക. അതായത് നമ്മൾ ഗോള് സെറ്റ് ചെയ്തിട്ട് ഗോളിലേക്ക് പോകണം. സെയിം കാര്യം, നമ്മൾ എന്താ അവിടെ എഴുതാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പരീക്ഷ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് ഇത് വെച്ച് നിങ്ങളുടേതായ രീതിയിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ 2 കാര്യമുണ്ട് ഇങ്ങനെ പഠിക്കണമുണ്ട്. ഒന്ന്, നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും പഠിക്കാൻ ഒരു രസമായി തോന്നാൻ പറ്റും. അത് പഠിക്കണ്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കണ ആ രീതിയല്ല, നല്ല മനസ്സിലാക്കാനുള്ളൊരു ഇത് കിട്ടും. 2, നിങ്ങൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ് അല്ലേ സാറേ, 100% പ്രൊഫഷണൽ അല്ലേ, പ്രൊഫഷണൽ ആവണം. എന്നാലേ 100% പ്രൊഫഷണൽ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ 100% പ്രൊഫഷണൽ ആകണമെങ്കിൽ നമ്മൾ കുറേ പ്രൊഫഷണൽ ബിഹേവിയർ കൊണ്ടുവരണം നമ്മുടെ ജീവിത രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഈ പഠിക്കുമ്പോൾ ആ രീതി അപ്രോച്ച് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഫാമിലിയിലുള്ള ചില അമ്മാവന്മാരോ അല്ലെങ്കിൽ നൈബേഴ്സോ, അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് പല ഡൗട്ടുകളും നമ്മുടെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് ഈ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ
ഈവൻ നമുക്ക് അറിയില്ലായിരിക്കും, എങ്കിലും അത് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ഗെയിൻ ചെയ്യണം. അത് നമ്മൾ ഈ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു രീതി ആ അപ്രോച്ച് ഫോളോ ചെയ്ത് ആ രീതിക്ക് പഠിച്ചു തന്നാൽ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അപ്പം മറ്റേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കറക്റ്റ് ആൻസറും കംപ്ലീറ്റ് ആൻസറും അത് കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മൾ എഴുതി എക്സാം പക്ഷെ നമുക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറയുന്നത്. ബിന്ദു പണിക്കർ പറയണ മാതിരി കോളേജിൽ പഠിക്കുമ്പോൾ ഞാനേന്ന് ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നെ പിടിക്കില്ലല്ലോ അറിയില്ല, ആ കേസ് ആകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻസർ എഴുതാൻ പോകണം. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സിലബസിലേക്ക് വന്നിട്ടില്ല, ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ ഒരു അങ്ങനെയല്ല പ്രൊവിഷൻ, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയാം. ഇപ്പോൾ ഫസ്റ്റത്തെ അപ്പോയിൻമെൻറ്റ്, ഒരു കമ്പനി തുടങ്ങിയിട്ട് ആദ്യത്തെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യണത് ഒരു ഇത്ര ദിവസത്തിനുള്ളിലാണ് പറയും. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. ആരാണ് അപ്പോയിൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പറയും. അപ്പോൾ നമുക്ക് ചോദ്യം അതിനെക്കുറിച്ച് ചോദിച്ചാൽ മേ ബി ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സും ആരാണ് അപ്പോയിൻറ്റ് ചെയ്യണതാണ് കാണാപ്പാടം പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതുകൊണ്ട് എഴുതും. ഒന്നില്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസിലാണ് ചിലപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് തെറ്റിച്ച് തരും, എന്നിട്ട് നമ്മളപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഡേറ്റ് എഴുതണം. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രൊവിഷനിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, ആ ഫസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്ത ഓഡിറ്റർ ഒരു കമ്പനിയുടെ AGM, ഫസ്റ്റത്തെ AGM ഉണ്ട്, ആ ഫസ്റ്റത്തെ AGM കഴിയുന്നവരെയും ആ പൊസിഷൻ ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ചേരുമ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആൻസർ ആകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോക്കസ് എപ്പോഴും ഈ നമ്പർ ഓഫ് ഡേയ്സിലും ആരാണെന്നുള്ളതായിരിക്കും. അപ്പം നമ്മളത് നമ്മുടേതായ രീതിക്ക് കൊണ്ട് എഴുതും. ഇത് എഴുതൂല്ല, അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അവർ ഉദ്ദേശിക്കുന്നത് ആ കംപ്ലീറ്റ് ആൻസർ ആണ്. രണ്ടും എഴുതുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ആൻസർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ കറക്റ്റ് പ്ലസ് കംപ്ലീറ്റ്നെസ് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യണം. പിന്നെ കുറേ ടെർമിനോളജീസ് ഇതിലുള്ളത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കുറേ വാക്കുകൾ നമ്മളത് ക്രാക്ക് ചെയ്യാം, കുറേ വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ രീതിയുണ്ട്, ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു രീതിയുണ്ട്. അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായി പറ്റും. നല്ല രീതിക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൂടുതലായിട്ട് എന്താണ് ഓഡിറ്റ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ഓഡിറ്റിംഗ് എന്ന് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ഇനി കൂടുതലായിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് പറയുന്നതിന് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു കുട്ടി CMA ഇന്റർ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഈ ഓഡിറ്റിംഗ് പറഞ്ഞാൽ എന്താണെന്നുള്ള രീതിയിൽ എന്തൊരു സാധാരണ സംസാരം വരുമ്പോൾ അത് വന്നതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചോദിച്ചു, ഓഡിറ്റിങ്ങിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ, ഈ ഓഡിറ്റ് ചെയ്തിട്ട് കമ്പനി പൂട്ടിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, നാട്ടപാതകത്തേക്ക് വന്നിട്ട് ഐ ആം ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഒരു ID കാർഡൊക്കെ കാണിച്ചിട്ട്, ഇതൊക്കെയാണ് ഓഡിറ്റിംഗ് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതേമാതിരി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ അത്രയേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് അതെല്ലാം അറിയുള്ളൂ, നമ്മൾ ജസ്റ്റ് സിലബസിലുള്ളതൊക്കെ പഠിച്ചിട്ടല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തെറ്റായി മനസ്സിലാക്കി വെച്ചവർ കുറേ പേരുണ്ട്. നിങ്ങളുടെ കുഴപ്പമില്ല, കാരണം അങ്ങനെയാണ്, അത്രയല്ല ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബുക്കിൽ ഇല്ലെങ്കിൽ ഈ സിലബസിൽ ഓഡിറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ സിലബസിൽ എന്താണ് ഓഡിറ്റിംഗ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്താലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് പറഞ്ഞാൽ ബേസിക്കലി എക്സാമിനേഷൻ അല്ലെങ്കിൽ ചെക്കിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെക്ക് ചെയ്യുക, ശരിയാണോ തെറ്റാണോ നമ്മൾ ചെക്ക് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിലുണ്ട്, പല ടൈപ്സ് ഓഫ് ഓഡിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഇപ്പം നിയമം ഉണ്ടാകും, ആ നിയമപ്രകാരം ചെയ്യണ്ടോ എന്ന് നോക്കലാണ് ഒരു കാര്യം. എക്സാമ്പിൾ പറയുകയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓട്ടണമെന്ന് നിയമമുണ്ട്. നമ്മൾ പോലീസ് ഇല്ലെങ്കിൽ MVD ചെക്ക് ചെയ്യും, നിയമപ്രകാരം ഉള്ളത് തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു രീതി ഉണ്ട്. അല്ലാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ 2 രീതിയുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങും നമ്മുടെ സിലബസിൽ എന്താ ഉള്ളത് വെച്ചാൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റാണ് നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം മൈൻഡ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥാപനം, ഒരു എൻറ്റിറ്റി, അത് എന്തോ ആവാം, കമ്പനി, സോൾ പ്രൊപ്രൈറ്റർ, പാർട്ട്ണർഷിപ്പ്, എന്തോ ആവാം. അപ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ്
അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് ഓഡിറ്റ് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൊത്തത്തിൽ നമ്മളുടെ ഈ സിലബസിൽ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടി വരും. അത് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടിരിക്കും ഈ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നോൺ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മെജോറിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കും. ചില കാര്യങ്ങൾ വേറെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ മാത്രമാണ് ഈ നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങളും ചെക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഡിറ്റിന്റെ ഡെഫിനേഷനിൽ തുടങ്ങാം. ഓക്കെ, ഓഡിറ്റിങ്ങിന്റെ ഡെഫിനിഷൻ ഈ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് കൺസെപ്റ്റ്സിൽ ആദ്യം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 6.1 നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ആദ്യം കുറച്ച് ഇവല്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓഡിറ്റിങ്ങിന്റെ. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഒരു നോളേജിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിറ്റിങ്ങിന്റെ ഡെഫിനിഷൻ ഏതാണെന്ന് വെച്ചാൽ ഈ SA 200 പ്രകാരം ഉള്ളൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചും കൂടെ ബേസിക് ആയിട്ട് എന്താണോ ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ എന്തിനാണത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു രീതി ഏകദേശം ഒരു സാധാരണ സെൻസിൽ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ അറേഞ്ച് മാരേജിന്റെ കേസ്. ഓക്കെ, അപ്പോൾ അറേഞ്ച് മാരേജിന്റെ കേസിൽ നമ്മൾ ഈ പെണ്ണ് കാണുന്നു, പിന്നെ ബാക്കി അവരുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ഉള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് ഫോർമലി നടക്കും. ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ ആ ചെക്കനെയോ പെണ്ണിനെയോ അറിയണ വേറെ ആരെയും കണ്ടോ, മേ ബി നമുക്ക് അറിയുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരായിരിക്കും. അപ്പൊ ചിലപ്പോൾ അങ്ങനെ അവരോട് ഒരു തേർഡ് പാർട്ടിയോട് കൂടി നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കും. എന്തിനാ പറഞ്ഞ ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും, എങ്കിലും വേറെ ഏതെങ്കിലും നമുക്ക് അറിയാത്തുണ്ടോ. അപ്പൊ ഒരു തേർഡ് പാർട്ടി പറയുമ്പോൾ കുറച്ചും കൂടെ വിശ്വാസമാണ്. അതായത് അവരെ റിലേറ്റ് ചെയ്യാത്ത ഒരു തേർഡ് പാർട്ടി പറയുമ്പോൾ കുറച്ചും കൂടെ വിശ്വസനീയമാണ്. അതേപോലെ തന്നെയാണ് ഓഡിറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി, ഞാൻ പറഞ്ഞില്ലേ, ഒരു കമ്പനി ഒരു എൻറ്റിറ്റി ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് നോക്കുന്നവർക്ക് അത് പല കാരണങ്ങൾക്കായിരിക്കും, അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ഒരു തേർഡ് പാർട്ടിയുടെ കൺഫർമേഷൻ കിട്ടിയാൽ കുറച്ചും കൂടെ നമുക്ക് അതൊരു റീസണബിളി നമ്മളൊരു അഷുറൻസ് അതിന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാന്നുള്ള കാര്യം. അപ്പോൾ തേർഡ് പാർട്ടി ചെക്കപ്പ് ആണ് ഈ ഒരു ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ഈ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. അപ്പോൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, യൂസേഴ്സ് എന്നിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇത് പല ആൾക്കാരാണ്. അത് ഓരോ നേച്ചർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തരാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള ഒരു യൂസർ ഷെയർ ഹോൾഡറാണ്. അത് മിക്കതിലും ഈ കമ്പനീസിൽ വരുമ്പോഴാണ്. അതായത് ഈ പബ്ലിക്കിന്റെ മണി, നമ്മളിപ്പോൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ലേ. അപ്പോൾ ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ അതായത് അവരുടെ പൈസ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ കമ്പനി നടത്തുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. മേ ബി അവർ ഷെയർ ഹോൾഡർ ആകണമെന്നില്ല. അപ്പോൾ ഇവരുടെ പൈസ വാങ്ങിച്ചിട്ട് അവർ കുറേ ആക്ടിവിറ്റീസ് നടത്തും. എന്നിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ പൈസയാണ് ആ കമ്പനിയിൽ ഉള്ളത്, ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയാണല്ലോ. അപ്പോൾ ആ പൈസ കൊണ്ടാണല്ലോ നടന്നിരിക്കുന്നത്, ആ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കാണിക്കുന്ന പ്രോഫിറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ആരാണ്? ഓഡിറ്റർ. ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഈ ഓഡിറ്റിംഗ് വന്നിട്ട് ICA ആണ് ഇതിന്റെ അതോറിറ്റി. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICA കുറേ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് എന്താ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓഡിറ്റിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്, എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്, അല്ലെങ്കിൽ പ്രൊസീജിയർ, പോളിസി എന്നൊക്കെ പറയാം. അതാണ് ഈ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത് പ്രകാരമാണ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇനി അഥവാ ഇതിൽ വല്ല ഫോൾട്ടോ, ഇതിന് ഈ സ്റ്റാൻഡേർഡ്സിനെ കോംപ്രമൈസ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ ഈ ഓഡിറ്ററെ പണിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞ ഒരു നിയമം? സിമ്പിൾ എക്സാമ്പിളാണ്, ഇപ്പോൾ ഈ ഹെൽമെറ്റ് വെക്കാണ്ട് പോയാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ അതിനെ പേടിച്ചിട്ടെങ്കിലും ഹെൽമെറ്റ് വെക്കും. അപ്പോൾ അതുപോലെ ഒരു
ഇതിൽ വല്ല പ്രശ്നമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ ഇല്ലെങ്കിൽ ഈ ഓഡിറ്ററുടെ റിപ്പോർട്ട് വിശ്വസിച്ചിട്ട് ആരെങ്കിലും നഷ്ടമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഓഡിറ്ററെ മേലെ സ്യൂ ചെയ്യാം. അപ്പോൾ ഓഡിറ്റർക്ക് ആ ഒരു പേടി ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ ഒരു റെഗുലേഷൻ കാരണം ഓഡിറ്റർ അത് കറക്റ്റായി ചെയ്യുന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള വിശ്വാസമാണ്, ഒരു സാധാരണ വിശ്വാസമാണ്. അപ്പോൾ ഷെയർ ഹോൾഡർ ഒന്നുണ്ടാവും, കാരണം അവർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഷെയറിന്റെ വാല്യൂ കൂടും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ഒരു പുതിയ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എത്രത്തോളം പെർഫോം വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കുക. പിന്നെ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പുറമെ ബാങ്ക്. ഈ ബാങ്ക് എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ലോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് മെയിനായിട്ട് നോക്കണത് അയാൾക്ക് അത് റീപേ ചെയ്യാൻ പറ്റുമോ. റീപേ ചെയ്യണ ആൾക്ക് ബാങ്ക് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റി എത്ര, റീപേയിങ് കപ്പാസിറ്റി എത്രയാണ്, അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ പെർഫോമൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കും. പിന്നെ ഗവൺമെന്റ് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വല്ല ഗ്രാൻഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സബ്സിഡി പോലുള്ള കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് മനസ്സിലാക്കണം എൻറ്റിറ്റിയുടെ. അപ്പോൾ പെർഫോമൻസ് മനസ്സിലാക്കണമെങ്കിൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ അവർക്ക് വിശ്വസനീയമായി ഒരു കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സബ്സിഡി പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നാലാമത് ടാക്സ് അതോറിറ്റീസ്. ഓക്കെ, ടാക്സ് അതോറിറ്റീസ് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുന്ന പ്രോഫിറ്റിന്റെ മേലെയാണല്ലോ ടാക്സ് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് കറക്റ്റ് ആണ് ഇല്ലെങ്കിൽ അത് ആക്ച്വലി ഉള്ളതാണ്, ആ കമ്പനിയിൽ ഉള്ളതാണ്, അതിൽ വേറെ മാനിപ്പുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുന്നത്. കാരണം ഇപ്പോൾ ടാക്സ് ഒരുപാട് അടയ്ക്കണം പറഞ്ഞിട്ട് പ്രോഫിറ്റ് കുറയ്ക്കാൻ, കാരണം മാനേജ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് വേണേൽ ചെയ്യാം. അപ്പോൾ ഈ പ്രോഫിറ്റിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ടാക്സ് അതോറിറ്റീസ് ഇത് യൂസ് ചെയ്യും. പിന്നെ ക്രെഡിറ്റേഴ്സ് ഇല്ലെങ്കിൽ ജനറൽ പബ്ലിക് പല കാര്യങ്ങൾ. ക്രെഡിറ്റേഴ്സ് ഇതേപോലെ അവരുടെ റീപേയ്മെന്റ് കപ്പാസിറ്റിയും അവർ കറക്റ്റായിട്ട് എല്ലാവർക്കും അടയ്ക്കുന്നുണ്ടോ, ബാക്കിയുള്ളവർക്കും അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ജനറൽ പബ്ലിക് ഇതുപോലെ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് ഈ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് കൂടുതൽ വിശ്വസനീയമായിരിക്കും, അവരുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ICAI കുറേ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കും ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അതാണ് ഈ SA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ SA എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. എന്താണ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്? അത് നമ്മളിപ്പോൾ AS പഠിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ അക്കൗണ്ട്സിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതെന്താ പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇങ്ങനെ ചെയ്യേണ്ടത്, ഒരു സ്പെസിഫിക് പോളിസിയോ അല്ലെങ്കിൽ ഒരു റൂളോ ആണ്. അക്കൗണ്ടിങ് ഇങ്ങനെ ചെയ്യണം, അത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു രീതിയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ സിറ്റുവേഷൻ വേറെ ആണെങ്കിൽ വേറെ രീതിക്കായിരിക്കും ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓഡിറ്റിംഗ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഇത് ഇപ്പോൾ AS 1, 2, 3 അതുപോലെ കുറേ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സും കുറേ ഉണ്ട്. SA 200 തൊട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ AS 1 ആണ് തുടങ്ങുന്നത് പറഞ്ഞാൽ SA 200 തുടങ്ങുന്നത്. ജസ്റ്റ് നമ്പറിംഗ് ആണത്. കുറേ കാര്യങ്ങൾ SA 200 എന്താണെന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞില്ല സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് SA 200 പ്രകാരമാണ്. SA 200 ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ AS 1, 2, 3 പോലെ SA 200 സ്റ്റാർട്ടിങ്. ആ 200 സീരീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സ്റ്റാൻഡേർഡ് വന്നിട്ട് SA 200 തന്നെയാണ്. ഓക്കെ, അതിനൊരു പേരൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ SA 200 ഓഡിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷനെ നമ്മൾ മുറിച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഓക്കെ, ആദ്യം പറഞ്ഞ കാര്യം ഓഡിറ്റ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. നമ്മൾ നേരത്തെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി, അതായത് അവരായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു തേർഡ് പാർട്ടി ആണ് ഇത് എക്സാമിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിൽ ഇപ്പോൾ ഞാനാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനി വെച്ചു. ആ കമ്പനി ഇപ്പോൾ എൻ്റെ റിലേറ്റീവിൻ്റെയോ ഇല്ലെങ്കിൽ ആ കമ്പനിയിൽ എനിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ ആർക്കെങ്കിലും എൻ്റെ പാർട്ട്ണറിനോ ഇല്ലെങ്കിൽ എൻ്റെ
അതായത് പാർട്ണർ പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പാർട്ണറിനോ ഇല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു ഇൻട്രസ്റ്റ് അതിലുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇതിലുള്ള ഇൻഫോർമേഷൻസ് അവർ തെറ്റായിട്ട് ചെയ്താലും ഒരു ബയാസ് ഉണ്ടാവും, ഒരു പേഴ്സണൽ ബയാസ് അതിലുണ്ടാവും. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ പറയുന്നത്. അത് എൻ്റയർലി ഈ എൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരാളായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്, എക്സാമിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്. അതാണ് ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. രണ്ടാമത് പറയുന്നത് ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി. ഓക്കെ, അതായത് എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യണത്? ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മേജറായിട്ട് വരും: ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഫിക്സഡ് അസറ്റ് എന്തെങ്കിലും വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കമ്പനി ആയതുകൊണ്ട് തന്നെ പബ്ലിക് മണി ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും, ബോർഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടും. ആ മീറ്റിങ്ങിൽ എന്ത് ചെയ്യും? തീരുമാനിക്കും നമ്മൾ ഈ ഒരു അസറ്റ് വാങ്ങാൻ വന്നിട്ട് എല്ലാവരുടെ സമ്മതവും മേജറായിട്ടുള്ള ആൾക്കാരുടെ സമ്മതമൊക്കെ വെച്ചിട്ട് ഒരു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യും, അതിലെല്ലാവരും സൈനൊക്കെ ചെയ്യും. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ഫസ്റ്റ് തുടക്കം ആ മിനിറ്റ്സിൽ തുടങ്ങി. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമ്മൾ ഒരു വലിയ എക്സ്പെൻഡിച്ചർ അസറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 2-3 കൊട്ടേഷനൊക്കെ വാങ്ങും കുറേ ആൾക്കാരുടെ. എന്നിട്ട് നമുക്ക് ഏതാ ബെനിഫിഷ്യൽ എന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഈ 2-3 കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് ചെയ്യണത് എന്തിനാ പറഞ്ഞാൽ, ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞില്ല, കമ്പനി ആയതുകൊണ്ട് ഒരു പബ്ലിക് മണി ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിന്റെ മണി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഈ ചെയ്യണവർ ഇതിൽ എന്തെങ്കിലും തിരുമറി ചെയ്യാൻ പാടില്ല. അപ്പം 2-3 കൊട്ടേഷനൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ ബെനിഫിഷ്യൽ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടാവില്ല. അപ്പോൾ കൊട്ടേഷൻ വാങ്ങിച്ച ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ആദ്യം പറഞ്ഞ മിനിറ്റ്സ് ഉണ്ടാവും, പിന്നെ കൊട്ടേഷൻ വാങ്ങിച്ചതുണ്ടാവും, പിന്നെ നമ്മൾ വാങ്ങിച്ച ഇൻവോയ്സ് ഉണ്ടാവും. ഈ ഇൻവോയ്സ് ആണ് നമ്മൾ അവിടെ ട്രാൻസാക്ഷൻ ആയിട്ട് എൻ്റർ ചെയ്യണത്. ഈ ട്രാൻസാക്ഷന്റെ റിസൾട്ട് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരു അസറ്റ് കണ്ടു, ഒരു പുതിയതായി അസറ്റ് വാങ്ങിച്ചത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതുകൂടാതെ നോട്ട്സ് ടു അക്കൗണ്ട്സ് വരും. കൂടെ വരും. അതായത് നമ്മൾ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റും P&L പുറമെ അതിന്റെ നോട്ട്സ് ഉണ്ടാവും. ഓരോ ലൈൻ ഐറ്റത്തിന്റെയും കുറെ എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്നായിരിക്കും ചിലപ്പോൾ P&L ഫേസിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് സാലറി, സ്റ്റാഫ് വെൽഫെയർ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ഒരു സമ്മറൈസേഷൻ ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ വരുന്ന നോട്ട്സ്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് ഈസ് ലോവർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ട്സിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ FIFO മെത്തേഡിലാണ് ഇൻവെന്ററി വാല്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ, വെയിറ്റഡ് ആവറേജ് മെത്തേഡിലാണ് നമ്മൾ വാല്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ കുറെ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതും വരും, നോട്ട്സ് ഓഫ് അക്കൗണ്ട്സ്, ആ ഡിസ്ക്ലോഷേഴ്സ് വരും. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പറഞ്ഞെന്ന് കമ്പനിയിലുണ്ട്. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അതായത് ആ ഇക്വിറ്റിയിലുള്ള ഇക്വിറ്റി ഷെയർസും അവരുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൽ വരുന്ന ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് P&L ബാലൻസ് ഷീറ്റ് മാത്രം നമ്മൾ ആലോചിക്കാൻ പാടില്ല, ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ്. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ നടന്ന കുറേ കാര്യങ്ങൾ, അതായത് ലെഡ്ജേഴ്സ് വരാം. ഓക്കെ, ലെഡ്ജേഴ്സ്, ഇൻവോയ്സസ്, വൗച്ചേഴ്സ്, അങ്ങനെയുള്ള ലെഡ്ജേഴ്സ്, ഇൻവോയ്സസ്, വൗച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു റിസൾട്ടാണ്. ഈ റിസൾട്ട് എന്താണ് വന്നത് എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ചെക്ക് ചെയ്യണം, ആസ് വെൽ എസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ചെക്ക് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒതന്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു ഫിഗർ അതിൽ കൊടുത്തതല്ല, ശരിക്കും അതിന് ഇന്ന റീസൺ ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനൊരു വൗച്ചർ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ബില്ലുണ്ട്, അത് ആക്ച്വലി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ വലിയ ഒരു എക്സ്പെൻഡിച്ചർ നടന്നെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കമ്പനിയിലെ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ചാണ്, അനാവശ്യമായി ചെയ്തതല്ല, ഇന്ന ആവശ്യത്തിനാണ്. ഇത്രയും കാര്യങ്ങൾ ചെക്ക്, ജസ്റ്റ് ആ കാണിക്കുന്ന ഫിഗേഴ്സ് ശരിയാണോ, അല്ലെങ്കിൽ ആ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഫിഗേഴ്സ് ശരിയാണോ എന്നുള്ളത് നോക്കൽ മാത്രമല്ല ഓഡിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. അടുത്ത കാര്യം വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട് എന്ന് പറയുന്നത്. അതായത് വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് നോട്ട്, അതായത് എൻറ്റിറ്റി, നമ്മൾ ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കണം പറഞ്ഞല്ലോ, ആ എൻറ്റിറ്റി പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് നമ്മൾ രണ്ട് രീതിക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കമ്പനിയാണ് പറഞ്ഞാൽ കമ്പനി അധികം പ്രോഫിറ്റ് മോട്ടീവായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാകും. മേ ബി ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകാം ഒരു ഇയറിൽ, ഇല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. ഇതൊരു വശം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതിൻ്റെ എക്സാമിൻ ചെയ്യണം പറയുന്നത്. രണ്ടാമത്തെ വശം ഇപ്പോൾ ഈ ട്രസ്റ്റ് പോലുള്ള കുറേ കാര്യങ്ങളുണ്ട്, സംഭവങ്ങൾ, ട്രസ്റ്റ്, ഈ സൊസൈറ്റി, അതൊന്നും പ്രോഫിറ്റ് മോട്ടീവിലല്ല അത് തുടങ്ങിയിരിക്കണം തന്നെ. ഓക്കെ, അത് സോഷ്യൽ കാര്യങ്ങൾ ചെയ്യാനും പ്രോഫിറ്റ് മോട്ടീവ് അല്ല ആ എൻറ്റിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ മേ ബി അത് എപ്പോഴും പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കില്ല അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഒരു എൻറ്റിറ്റിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓഡിറ്റിനെ അഫക്ട് ചെയ്യണില്ല എന്നാണ് ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിലും അല്ലെങ്കിലും. ഇപ്പം നമ്മളുടെ അമ്പലങ്ങൾ ഒക്കെ അധികം ട്രസ്റ്റ് ആയിരിക്കും, പ്രോഫിറ്റ് മോട്ടീവിൽ നടന്നല്ല, ഇല്ലെങ്കിൽ നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ അധികം ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവരുടെ മോട്ടീവ് പ്രോഫിറ്റ് അല്ല, കുറെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണതാണ്. പക്ഷെ അവിടെ ഈ പബ്ലിക് മണി ഇൻവോൾവ് ആകുന്നു. അപ്പോൾ അങ്ങനെ പബ്ലിക് മണി ഇൻവോൾവ് ആകുമ്പോൾ അധികം ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി അവിടെ വരും. അതാണ് വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ഓർ ലീഗൽ ഫോം. അതായത് അതിന്റെ സൈസ്, ഇപ്പൊ അതായത് റിലയൻസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് റിലയൻസ്. റിലയൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ലോക്കലി ഉള്ള ഒരു സാധാരണ കമ്പനിയാണ്, ഒരു ഇപ്പൊ റിലയൻസിന്റെ ഒക്കെ ഒരു 600-700 കോടി ടേൺ ഓവർ ഉണ്ടാകും. നമ്മുടെ സാധാരണ 2 കോടി 3 കോടി ഇല്ലെങ്കിൽ ഒരു 5 കോടി ടേൺ ഓവർ ഉള്ള ഒരു സാധാരണ കമ്പനി, ചെറിയ കമ്പനി, ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം, ഇങ്ങനെ 2000 കോടിയുള്ള ഇല്ലെങ്കിൽ 6000 കോടിയുള്ള ആ കമ്പനിയും ഓഡിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ 5 കോടിയുള്ള ഈ കമ്പനിയും ഓഡിറ്റ് ചെയ്യണം. അതാണ് ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ സൈസിന് വലിയ പ്രാധാന്യമില്ല. ഓർ ലീഗൽ ഫോം. ലീഗൽ ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ലീഗൽ ഫോം എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ആ ബിസിനസ് ചെയ്യണത് എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ കമ്പനി ആവാം, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആകാം, ഇല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആകാം, ഇല്ലെങ്കിൽ LLP ആകാം, ട്രസ്റ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഏത് ലീഗൽ ഫോം ആണെങ്കിലും അത് ലീഗൽ ഫോമിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ്. കാരണം ഏത് ടൈപ്പ് ഓഫ് ഏത് ലീഗൽ ഫോം ആണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ഈ സൈസ് ആൻഡ് ലീഗൽ ഫോം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിലും ഓഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ഓർ ലീഗൽ ഫോം. അപ്പോൾ നമ്മൾ ഇത്ര നോക്കിയത് ഓഡിറ്റ് എന്താണ്? ഇസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്തിന്റെ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർ നോട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ഓർ ലീഗൽ ഫോം. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് അല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. വെൻ സച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. ഓക്കെ, വെൻ സച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. അപ്പൊ ഇത് എന്തിനാണ് ചെയ്യണത്? വിത്ത് എ വ്യൂ ടു എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. ഒരു ഒപ്പീനിയൻ പറയാൻ, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഓഡിറ്റിന്റെ ഡെഫിനേഷൻ പഠിച്ചെഴുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ട് കൊണ്ടെഴുതാം. പക്ഷെ ഇതിൽ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിൽ അല്ലെങ്കിലും അതിന്റെ ലീഗൽ ഫോം, സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് എന്തിനാ കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിത്ത് എ വ്യൂ ടു എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ തരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒപ്പീനിയൻ പറയാനാണ് ഇത്രയും ചെയ്യണത്. ഓക്കെ, ഈ ഒപ്പീനിയൻ എങ്ങനെയാണ് പറയണത് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. ഓഡിറ്റ് ചെയ്തതിനു ശേഷം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യും. അതിനുശേഷം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ ഓഡിറ്റ് റിപ്പോർട്ടിലായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയണത്. ഓക്കെ, ഓഡിറ്ററുടെ ഒപ്പീനിയൻ പറയണത്. അപ്പോൾ ഇത് നമ്മൾ ഡെഫിനേഷൻ കാണുമ്പോൾ ജസ്റ്റ് എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒപ്പീനിയൻ എന്നുള്ള വാക്കിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഈ കാര്യങ്ങൾ വരണം. അപ്പോൾ ബാക്കിയുള്ള ഓരോ പോയിന്റ്സ് പഠിക്കുമ്പോഴും നമുക്ക് ഇതിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓ, ഇന്ന കാര്യം ചെയ്യണം, നമ്മൾ എന്തിനാ ചെയ്യണം, അൾട്ടിമേറ്റ്ലി ഒപ്പീനിയൻ പറയാനാണ്, അപ്പോൾ അതിനുവേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒപ്പീനിയൻ എന്നുള്ള വാക്കിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തു, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി പ്രിപ്പയർ ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് പറയുമ്പോൾ കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോം ആണ് പറഞ്ഞാൽ ആ പാർട്ട്നേഴ്സ് ആയിരിക്കും. അതായത് അൾട്ടിമേറ്റ്ലി പ്രിപ്പയർ ചെയ്യണം പറഞ്ഞാൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം എന്നല്ല, അൾട്ടിമേറ്റ്ലി അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് ചെയ്യണത് മേ ബി അക്കൗണ്ടൻസ് ആയിരിക്കും ചെയ്യേണ്ടത്, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് മാനേജ്മെന്റ് ചെയ്യുന്നു എന്നാണ് പറയുക. കാരണം അവരാണ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ ആ പാർട്ട്നേഴ്സ്, പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ആണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ, ഓക്കെ, അവരായിരിക്കും അതിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവര് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ തന്നെയാണ് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യണത്, അവർ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യണത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര സെയിൽ എത്രയാണെന്ന് പറയുന്നു, പ്രോഫിറ്റ് എത്രയാണെന്ന് പറയുന്നു, പർച്ചേസ് എത്രയാണെന്ന് പറയുന്നു, നമ്മുടെ ചെലവുകൾ എത്രയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ള ഒപ്പീനിയൻ ആണോ ആര് കൊടുക്കേണ്ടത്? ഓഡിറ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഇനി കുറേ ടേംസ് ഞാൻ പറയും, ആ ടേംസുകൾ അതേപോലെ മനസ്സിലാക്കണം. ആ ടേമുകൾ അങ്ങനെ പഠിക്കുകയും ചെയ്യണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കുന്നത് തന്നെ ആ ടേം നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു വാക്ക് ട്രൂ ആൻഡ് ഫെയർ ആണ്. ട്രൂ ആൻഡ് ഫെയർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. കാരണം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുന്ന വാക്കുകളാണ് അതൊക്കെ. അപ്പോൾ അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് എന്നാണ് ഓഡിറ്റർ ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നത്. മേ ബി ട്രൂ ആൻഡ് ഫെയർ തന്നെ ആയിരിക്കില്ല, ചില സമയത്ത് ട്രൂ ആൻഡ് ഫെയർ അല്ലാതിരിക്കും. അപ്പോൾ ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയും ആ സമയത്ത്. അപ്പോൾ ഇതാണ് ഈ ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒപ്പീനിയൻ എങ്ങനെ വരുന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ട്രൂ ആൻഡ് ഫെയർ ആണോ ഇല്ലെങ്കിൽ ഓർ നോട്ട് എന്ന് പറയുന്നതാണ് ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രൂ ആൻഡ് ഫെയർ ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക, അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ഇത് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ഞാൻ ഒന്ന് പറയുകയാണ്. ഓക്കെ, ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് അതായത് ഓഡിറ്റിന്റെയോ ഓഡിറ്ററുടെയോ എന്ത് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്. ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് പറഞ്ഞാൽ ടു ഒബ്റ്റെയിൻ, ഓക്കെ, ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ്. അതായത് റീസണബിൾ ആയിട്ടുള്ള ഒരു അഷുറൻസ്, അതായത് കറക്റ്റ് 100% അഷുറൻസ് അല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ്, ഓൾമോസ്റ്റ് അത് ശരിയാണ്, റീസണബിളി അത് ശരിയാണ് എന്നുള്ളൊരു റീസണബിൾ അഷുറൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിന്? ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിന് രണ്ട് രീതിയിൽ ഡിവൈഡ് ഉണ്ട്. ഒന്ന് ആർ ഫ്രീ ഫ്രം, ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഒന്നില്ലെങ്കിൽ പോസ് ചെയ്ത് എഴുതിയെടുക്കുക, ഇല്ലെങ്കിൽ ഒപ്പത്തിന് വന്നിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഈ ഓഡിറ്റിന്റെ ജീവിതത്തിലുടനീളം നമ്മൾ കേൾക്കുന്ന കുറേ വാക്കുകളാണ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത്, ഓക്കെ, ഇൻ അക്കോർഡൻസ് വിത്ത് applicable financial reporting, okay, applicable financial reporting framework. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ AFRFW എന്ന് പറയും, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് MM എന്ന് പറയും. നമ്മൾ ജസ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഷോർട്ട് ഫോംസ് ആണ്, ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്കുകൾ തന്നെ നമ്മൾ എക്സാമിന് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഇല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമല്ലോ ഓഡിറ്ററിന്, അത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പറയണത് വെച്ചാൽ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുകയാണ്. ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയണത് കൊണ്ട് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഫ്രീ ആണ്, അതായത് മേജർ ആയിട്ടുള്ള തെറ്റുകളൊന്നും അവിടെ ഇല്ല എന്ന് പറയാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേജർ ആയിട്ട് കുറെ തെറ്റുകളൊന്നും ഇല്ല എന്ന് പറയും. ഒന്ന്, മേജർ ആയിട്ട് തെറ്റുകൾ ഉണ്ടാവാതിരിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അതായത് ഒരു
നിയമം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു പോളിസി ഉണ്ടാകും. എക്സാമ്പിൾ വന്നിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോലുള്ള കാര്യങ്ങൾ. അതായത് അക്കൗണ്ട്സ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വലിയ മേജർ ആയിട്ടുള്ള തെറ്റുകളൊന്നുമില്ല. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഓഡിറ്റർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഓക്കെ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് വാക്കുകളെയും വീണ്ടും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റത്തെ വാക്ക് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മെറ്റീരിയൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് മിസ്സ്റ്റേറ്റ്മെന്റ് പിടിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ്സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറയാം, അപ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അതിന്റെ ഷോർട്ട് ഫോം എഴുതിയാണ് അപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇതായത് എന്താണ് പറഞ്ഞാൽ സിമ്പിൾ ടേമിൽ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ലോ ഇല്ലെങ്കിൽ റെഗുലേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണം. അതിനെയാണ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഇല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അതായത് അത് ഓരോ എൻറ്റിറ്റിക്ക് അനുസരിച്ചിട്ട് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ലോ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സംഭവം, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അത് വലിയ വലിയ കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. സാധാരണ കമ്പനികൾക്കും സാധാരണ എൻറ്റിറ്റീസിനും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാകുക. ഇത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റ്, മാനേജ്മെന്റ് പറഞ്ഞാൽ കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും, പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെന്റ് ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ പോളിസി പ്രകാരം കുറേ കാര്യങ്ങൾ ചെയ്യണം പറയും. ഓക്കെ, അതാണ് ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രെയിംവർക്ക് പറഞ്ഞാൽ റൂൾസ് ഓർ റെഗുലേഷൻസ്. ഓക്കെ, റൂൾസ് ഓർ റെഗുലേഷൻസ് ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രസന്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ അത് നമ്മൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പ്രസന്റ് ചെയ്യണം. ചിലപ്പോൾ ജനറൽ പബ്ലിക് ആയിട്ട് ലാർജ് ആയിരിക്കും പ്രസന്റ് ചെയ്യുക, അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയറും പ്രസന്റും ചെയ്യണത് എങ്ങനെയാണെന്നുള്ള ഫ്രെയിംവർക്ക്, അതായത് റൂൾസ് ഓർ റെഗുലേഷൻസ്. അപ്പോൾ ആ റൂൾസ് ഓർ റെഗുലേഷൻസ് പറഞ്ഞ മാതിരിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയറും ചെയ്യുക, പ്രസന്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെന്ററിയുടെ കേസ്, അത് വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇൻവെന്ററി കേസാണ് വെച്ചാൽ കോസ്റ്റിലോ ഇല്ലെങ്കിൽ NRV. കോസ്റ്റ് പറയുമ്പോൾ നമ്മളത് വാങ്ങിച്ച പ്രൈസ്, ഓർ NRV പറഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലക്ക് തന്നെ ചിലപ്പോൾ വിൽക്കണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ആ പ്രൊഡക്റ്റിന് കുറഞ്ഞിട്ട് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നഷ്ടം നേരത്തെ കൂടി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയേണ്ടത്. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂയിൽ ബുക്ക് ചെയ്യണമെന്ന് എന്ത് പറയുന്നുണ്ട്, ആ പർട്ടിക്കുലർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൂളിൽ പറയേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കമ്പനി അപ്പോൾ കോസ്റ്റിനേക്കാളും കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ എന്നും പറയുന്നുണ്ട്. ഞാനത് പറയാൻ പറ്റും, സോറി. കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ, ഇതിൽ ഏതാണോ കുറവ് വാല്യൂ അതിലായിരിക്കണം നമ്മുടെ അക്കൗണ്ട്സിലുള്ള ഇൻവെന്ററി, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയേണ്ടത്, ആ വാല്യൂലായിരിക്കണം റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് വന്നിട്ട് ഒരു 100 രൂപയും NRV 90 രൂപയാണ് വെച്ചു ഒരു കമ്പനിയുടെ. അപ്പോൾ നിയമപ്രകാരം 90 രൂപയിലാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പനി 100 രൂപയാണ് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റ് വന്നു. അതായത് നമ്മളിവിടെ നമ്മുടെ ഡെഫിനേഷനിൽ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞു. അങ്ങനെ അല്ല മതി. കാരണം നിയമം പറഞ്ഞിരിക്കുന്നത് 90 രൂപ, 100 ആണ് പറഞ്ഞാൽ 90-ലാണ് ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവർ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്രയിലാണ്? 100-ലാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ
ആ ട്രൂ ആൻഡ് ഫെയർ വ്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. കാരണം പറഞ്ഞ റൂൾ പ്രകാരമല്ല അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മേജർ ആയിട്ട് ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ വാക്ക് വരുമ്പോൾ നമ്മൾ മൈൻഡിൽ എപ്പോഴും AS ആലോചിക്കുക, വിഷ്വലൈസ് ചെയ്യുമ്പോൾ. അതായത് കുറെ റൂൾസ് അത് പ്രകാരം തന്നെയാണോ അവർ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇനി മിസ്സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ നോർമലി തെറ്റുകൾ. ഓക്കെ, തെറ്റ് ഞാൻ എന്തിനാണ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് കുറെ കാര്യങ്ങൾ AFRF അല്ലെങ്കിൽ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് പ്രകാരം തന്നെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇതിന് തമ്മിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നതാണ് അർത്ഥം. ഓക്കെ, ചെയ്യേണ്ട പ്രകാരം തന്നെയാണോ ചെയ്തിരിക്കുന്നത്? ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓട്ടാൻ പറഞ്ഞു, ഹെൽമെറ്റ് ഇടാതെയാണ് വണ്ടി ഓട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി? അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു. ഓക്കെ, അപ്പോൾ മേജറായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറച്ചും കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. അതായത് ആക്ച്വലി റിപ്പോർട്ട് ചെയ്തത്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ചെയ്തത്, അതാണ് ആക്ച്വലി റിപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമുള്ളത്, അതായത് ഞാൻ പറഞ്ഞില്ലേ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഫ്രെയിംവർക്ക് പ്രകാരം എന്തോ ഉണ്ട്, നമ്മൾ ആക്ച്വലി റിപ്പോർട്ട് ചെയ്ത് എന്തോ ഉണ്ട്. ഇത് തമ്മിൽ തെറ്റ് വരുമ്പോഴാണ് അതിനെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തെറ്റുകൾ 4 രീതിക്കാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, 4 രീതിക്കാണ് ഈ തെറ്റുകൾ ഇല്ലെങ്കിൽ ഈ ശരികൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ എമൗണ്ട്. ഓക്കെ, എമൗണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഡിസ്ക്ലോഷർ. അതായത് ഈ 4 കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, എമൗണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ, ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ വാക്കുകളൊക്കെ ഈ രീതിക്ക്. അപ്പോൾ ഈ നമ്മൾ ചുമ്മാ തെറ്റ് എന്ന് പറയുന്നതിന് പകരം ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുതുമ്പോൾ കൂടുതൽ മാർക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിയമം പറയുന്നുണ്ട് ഈ 4 കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം. നമ്മൾ ആക്ച്വലി റിപ്പോർട്ട് ചെയ്തതിൽ ഈ 4 കാര്യങ്ങളും ഇതേ പ്രകാരം തന്നെയാണോ, ഈ നിയമം പറഞ്ഞ പ്രകാരം തന്നെയാണോ നോക്കുകയാണ്. അത് പറഞ്ഞ പ്രകാരം തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തായി? അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഓഡിറ്റർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കുന്നത്, അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആർ ഫെയർ ആണ് എന്ന് പറയാണ്. ഇനി ഈ 4 കാര്യങ്ങളിൽ ഒന്നിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലിലോ ഈ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം അല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായി? അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ മിസ്സ്റ്റേറ്റ്മെന്റ് പിന്നെ നമ്മുടെ മെറ്റീരിയലിറ്റി വരുന്നുണ്ട്. മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്നാണല്ലോ പഠിച്ചത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ട്രൂ ആൻഡ് ഫെയർ ആണോ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ പറയും. ഓക്കെ, ഇനി ഈ 4 കാര്യങ്ങൾ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കാം. എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണുന്ന ഓരോ ഐറ്റത്തിന്റെയും എമൗണ്ട് ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ സെയിൽസ് ഇത്ര, പർച്ചേസ് ഇത്ര, ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഉണ്ടാകുമല്ലോ. അത് തന്നെയാണ് എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എമൗണ്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം ഇവിടെ പറഞ്ഞ കേസിൽ 90 ബുക്ക് ചെയ്യേണ്ട അവിടെ 100 ബുക്ക് ചെയ്തിരിക്കണം പറഞ്ഞാൽ എമൗണ്ടിൽ തെറ്റ് വന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം 90 രൂപയാണ്, പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ എമൗണ്ടിൽ തെറ്റ് വന്നു. ഓക്കെ, അതാണ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ക്യാപിറ്റൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അത് നമ്മൾ P&Lലേക്ക് ചാർജ് ചെയ്യാൻ പാടില്ല. അതായത് റവന്യൂ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു വർഷത്തെ എക്സ്പെൻസ് അല്ല, അത് പിന്നെ കുറെ കാലത്തിന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയ കാര്യമായിരിക്കും. അപ്പോൾ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതാണ് ക്ലാസിഫിക്കേഷൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയി ട്രീറ്റ് ചെയ്തു വെച്ചു. എന്തായി? അത് മിസ്മാച്ച് വന്നു. അതായത് അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രസന്റേഷൻ. നമ്മളിപ്പോൾ കമ്പനീസ് ആക്ടിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, പ്രസന്റേഷൻ. കമ്പനീസ് ആക്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ബാലൻസ് ഷീറ്റും അതിനൊരു പ്രത്യേക ഫോർമാറ്റ് പറയുന്നുണ്ട്. അതേപോലെ കമ്പനി മറ്റേ ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ, ബാങ്കിന്റെ അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ബാങ്കിന്റെ റെഗുലേഷൻസ് പറയുന്ന പ്രകാരം ഉള്ള ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രസന്റേഷൻ ആണ്. ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് IRDA പറഞ്ഞ പ്രകാരം ഒരു ഫോർമാറ്റ് ഉണ്ട്.
അതെന്താണ്? അതൊരു പ്രസന്റേഷൻ ശൈലിയാണ്. അപ്പോൾ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം എന്താണോ പ്രസന്റേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആ രീതിയിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കമ്പനിയാണെന്ന് പറഞ്ഞാൽ ആ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റ് ഉണ്ട്, അതിന് വരെ ആ ടി ഷേപ്പ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചോ, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ഓക്കെ, പലതിനും പല കാരണം കൊണ്ടാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസ്ക്ലോസർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. അതായത് അതിന് പുറമെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ കോസ്റ്റ് ഓർ NRV വിച്ച് ഓർ ഇസ് ലോവർ, ഇതാണ് നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്തിരിക്കണമെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് ലോ പ്രകാരം കുറെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളിലും തെറ്റ് വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ മിസ്മാച്ച് വരുമ്പോഴാണ് അതിന് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൽ ഞാൻ പറഞ്ഞു AS, IND AS അതുപോലുള്ള കാര്യങ്ങൾ. അതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാത് എൻറ്റിറ്റിക്ക് അനുസരിച്ചുള്ള ലോസ്. അതായത് ഇപ്പോൾ കമ്പനിയാണ് പറഞ്ഞ, ഓക്കെ, കമ്പനി ആണെങ്കിൽ അവരുടെ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്തായിരിക്കും? മേജർലി കമ്പനീസ് ആക്ട് ആയിരിക്കും. ഓക്കെ, കമ്പനീസ് ആക്ട് ആയിരിക്കും. അതേപോലെ ബാങ്കിങ് കമ്പനിയാണ് പറഞ്ഞാൽ അവിടെ ഈ കമ്പനീസ് ആക്ടും വരും, അതിനോടൊപ്പം തന്നെ RBIയുടെ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്, അതുപോലുള്ള കാര്യങ്ങൾ വരും. അതായത് അപ്പോൾ ബാങ്കിങ് കമ്പനിക്ക് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്താണ്? ഈ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആയിരിക്കും മെയിൻ ആയിട്ട്. പിന്നെ കമ്പനീസ് ആക്ട് വരും, RBI ആക്ട് വരും. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയാണ് പറഞ്ഞ IRDA പ്രകാരമായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അവരുടെ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പോൾ അത് എൻറ്റിറ്റി ടു എൻറ്റിറ്റി ഡിഫർ ചെയ്യും, ഓരോ കമ്പനി ടു കമ്പനി ഡിഫർ ചെയ്യും. അപ്പോൾ ആ മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളും തമ്മിൽ മിസ്മാച്ച് വരുമ്പോഴാണ് അതിനെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പം മിസ്സ്റ്റേറ്റ്മെന്റ് ഈ 4 കാര്യങ്ങളിലാണ് വരിക: എമൗണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, ഡിസ്ക്ലോഷർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ മനസ്സിൽ ഇതിൽ വരേണ്ടതാണ്. അതായത് പഠിക്കാൻ തന്നെ നമ്മൾ അത്രയും തറവാണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പൊ ഇത് നമ്മൾ എവിടെ നിന്നാണ് ഇപ്പോൾ കഥ ആരംഭിച്ചത്? ഇവിടെ നിന്നാണ് നമ്മൾ കഥ ആരംഭിച്ചത് അല്ലേ? ഓഡിറ്റ് എന്തിനാ? ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ട്രൂ ആൻഡ് ഫെയർ, അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ ആൻഡ് ഫെയർ ആണ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയില്ല. മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, അതായത് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ 4 കാര്യങ്ങൾ തെറ്റ് വരും. ഈ 4 കാര്യങ്ങളിൽ തെറ്റ് വരുമ്പോഴാണ് അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞത്. ആ മിസ്സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് മെറ്റീരിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ്, ഇതാണ് ഈ മെറ്റീരിയൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ തെറ്റുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കും. അപ്പോൾ ആ ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കുറേ തെറ്റുണ്ടെങ്കിൽ അത് ഈ യൂസേഴ്സിന്റെ ഡിസിഷനെ അഫക്ട് ചെയ്യുമോ? ഓക്കെ, അതായത് ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ബാങ്ക് ആണെങ്കിൽ മറ്റേ ലോൺ കൊടുക്കുക എന്നുള്ളത്, പിന്നെ എന്താ പറയുന്നത്, ടാക്സ് അതോറിറ്റീസ് ഒക്കെ ആണെങ്കിൽ ആ ടാക്സ് കറക്റ്റ് ആണെന്നുള്ളത്, അതായത് അവരുടെ ഡിസിഷൻ, ആ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഡിസിഷനെ അഫക്ട് ചെയ്യണ തരത്തിലുള്ള തെറ്റുകൾ അവിടെ ഉണ്ടോ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവരുടെ ഡിസിഷനെ അഫക്ട് ചെയ്യാത്ത തെറ്റ് ആണ് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അതിനെ നമ്മൾ എടുക്കില്ല. മെറ്റീരിയലി അഫക്ട് ചെയ്യണം, അതായത് ആ തെറ്റ് അത്രയും മെജോറിറ്റി ആയിട്ട് പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ അത്രയും ആ ഡിസിഷനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒപ്പീനിയനിൽ ചേഞ്ച് കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പൊ മെറ്റീരിയാലിറ്റിയിൽ മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തരത്തിൽ വരും. അതിനു മുമ്പ് ഞാൻ പറയാം ഒരു കാര്യം. അപ്പൊ ഈ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റീരിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ടേൺ ഓവർ ഉണ്ടാവും, അതായത് ടേൺ ഓവർ സെയിൽസ് ഉണ്ടാവും, ഒരു എക്സ്പെൻസ് ഉണ്ട്.
ഇപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ സാലറി, സാധാരണ രീതിയിൽ സാലറി പറഞ്ഞ എക്സ്പെൻസ്, ആ സാലറിയിൽ തെറ്റുണ്ട്. ഓക്കെ, ആ സാലറി ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അതല്ല ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സാലറിയുടെ തെറ്റ് കാരണം മൊത്തം പ്രോഫിറ്റിനെയും ആ കമ്പനിയുടെ പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് വളരെ എമൗണ്ട് പ്രോഫിറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ സാലറിയുടെ തെറ്റ് കാരണം വളരെ വലിയ എമൗണ്ട് പ്രോഫിറ്റ് പ്രശ്നമുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ ടാക്സ് അത്രയും കുറവ്, സാലറി കൂടുതലാണ് കാണിച്ചിരിക്കുന്നത്, സാലറി ഹൈ ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. കാരണം എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പോൾ പ്രോഫിറ്റ് കുറയുമ്പോൾ എന്താവും? ടാക്സും കുറയും. അപ്പോൾ ടാക്സ് അതോറിറ്റീസിന് ശരിക്കും കിട്ടേണ്ടതായുള്ള ടാക്സ് കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഹെവി ആയിട്ട് അഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ പറയണത്, അതിനെയാണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം നമ്മുടെ ഈ പേപ്പർ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വരാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ നമ്മളിതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ. എന്താണ് ഈ ഓഡിറ്റിൻ്റെ പോർഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ഇതാണ്. കമ്പനീസ് ആക്ടിൻ്റെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? അത് 30% ഈ പേപ്പറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മെറ്റീരിയലാണ്. ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇത് ഒരാൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ 50 ഓഡിറ്റിങ്ങിൽ 50 ഉണ്ട്, 50% 50ലും ഈ 30 കവർ ചെയ്യേണ്ടത് ഏതാണ്? കമ്പനീസ് ആക്ട് ആണ്. അപ്പോൾ നമ്മളിത് സ്വാഭാവികമായും കൂടുതൽ ശ്രദ്ധിക്കും. ഇതാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വിചാരിക്കുക, ഈ മൊത്തം ഇതിനെയും അഫക്റ്റ് ചെയ്യണ ഒരു സംഭവമാണിത്. മൊത്തം ആ പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യണതാണ് ഇത്. മേജർ പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കും. അതാണ് മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഓഡിറ്റിംഗ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതേപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേക്ക് വരുമ്പോൾ മേജറായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ അത് വെച്ചിട്ടാണ് മെറ്റീരിയാലിറ്റി തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ അതായത് ഓഡിറ്ററുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യണത്. മെറ്റീരിയൽ അഫക്റ്റ് ചെയ്യണില്ല പറഞ്ഞ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് പറഞ്ഞിട്ട് പറയും. മെറ്റീരിയലി അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മെറ്റീരിയൽ. ഓക്കെ, ഇത് 2 തരത്തിൽ വരാം. ഈ മെറ്റീരിയൽ ഇല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2 തരത്തിൽ വരാം. അതായത് ഐദർ ഇൻഡിവിജ്വലി ഇല്ലെങ്കിൽ ഇൻ അഗ്രിഗേറ്റ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വലി ഇല്ലെങ്കിൽ ഇൻ അഗ്രിഗേറ്റ്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു P&L ആണ് ഒരു കമ്പനിയുടെ വെച്ചു. ഇവിടെ സെയിൽസ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് സൈഡ് സെയിൽസ് ഉണ്ട്. സെയിൽസ് ഇപ്പോൾ ഒരു 100 കോടിയാണ്. ഓക്കെ, 100 കോടിയാണ്. ഇവിടെ കുറേ എക്സ്പെൻസ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡ് കുറേ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ മെറ്റീരിയാലിറ്റി തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനൊരു തമ്പ് റൂൾ എവിടെയും ഇല്ല. അതായത് ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇത് മെറ്റീരിയൽ ആണ്, ഇല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇത് മെറ്റീരിയൽ ആണ് എന്ന് ഒരു തമ്പ് റൂളും ഇല്ല. അത് ഓഡിറ്ററുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓഡിറ്ററുടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ പല കാര്യങ്ങളും ഇല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെ നേച്ചർ, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ മെറ്റീരിയാലിറ്റി തീരുമാനിക്കുക. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു ഇതിപ്പോൾ ടേൺ ഓവർ 100 കോടിയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും 20 കോടിയുടെ മേലെ തെറ്റുകൾ സംഭവിച്ചാൽ നമ്മൾ മെറ്റീരിയൽ ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ 20 കോടി എന്നുള്ളത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക റൂളോ അത് പ്രകാരമല്ല, ആ എൻറ്റിറ്റിയുടെ നേച്ചറും പിന്നെ ആ 20 കോടിയുടെ മേലെ തെറ്റ് പോയി കഴിഞ്ഞാൽ മൊത്തം ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്റ്റ് ചെയ്യും എന്ന് ഓഡിറ്റർക്ക് തോന്നിയാൽ ഓഡിറ്റർ 20 കോടി കൊണ്ട് സെറ്റ് ചെയ്തു. മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്തു. 20 കോടി എന്ത് സെറ്റ് ചെയ്തു? മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്തു. ഇനി അപ്പോൾ നമ്മൾ സാലറി പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ, ഈ സാലറിയിൽ 10 കോടി തെറ്റാണ്. സാലറി കുറയുണ്ട്, ഒരു 20 കോടി ഉണ്ട് വെച്ചോ ഹെഡിൽ. അതിൽ 10 കോടിയും റോങ് ആണെന്ന് ഓഡിറ്റർ മനസ്സിലാക്കി, തെറ്റാണെന്നുള്ളത് അതിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 10 കോടിയിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് ഓഡിറ്റർ മനസ്സിലാക്കി ഓഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് ചെയ്യണത് എന്താ പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയാലിറ്റി നോക്കും. 20 കോടിയാണ്. അപ്പോൾ
10 കോടിയേ തെറ്റുള്ളൂ. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അങ്ങനെ അത്രത്തോളം അത് അഫക്റ്റ് ചെയ്യില്ല എന്നാണ് അതിൽ. അപ്പം നമ്മുടെ ഒപ്പീനിയനിൽ വലിയ ചേഞ്ച് വരത്തില്ല. അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ വലുതായിട്ടുള്ള തെറ്റ്, അത് ഇതിനെ അഫക്റ്റ് ചെയ്യണ തെറ്റില്ല എന്ന് മെറ്റീരിയലിലൂടെ മനസ്സിലാക്കും. ഇനി വേറൊരു എക്സ്പെൻസ്, ഇപ്പോൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ 11 കോടി ഇതിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള ഹെഡിൽ 11 കോടിയുടെ മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇത് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇല്ലെങ്കിൽ ഈ P&L മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ മെറ്റീരിയാലിറ്റി നോക്കും. 20 കോടിയുടെ മേലെ പോയതാണ് നമുക്ക് മെറ്റീരിയാലിറ്റി ഉള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രശ്നമില്ല എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ മെറ്റീരിയാലിറ്റി പറഞ്ഞത് ഇൻഡിവിജ്വലിയും അഗ്രിഗേറ്റും ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് അതായത് ഇൻഡിവിജ്വലി പറയുമ്പോൾ ഇപ്പോൾ ഒരു ഹെഡ് പ്രകാരം മാത്രം. അപ്പോൾ ഈ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഇപ്പോൾ സാലറി 10 കോടിയാണ്, അപ്പോൾ നമ്മുടെ മെറ്റീരിയാലിറ്റിയുടെ താഴെയാണ്. അപ്പോൾ ഇൻഡിവിജ്വലി അത് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് അല്ല. ഓക്കെ, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലി മെറ്റീരിയൽ അല്ല. ഇനി റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് മാത്രം എടുത്ത് നോക്കുമ്പോൾ അത് 11 കോടിയാണ്, അതായത് 20 കോടിയുടെ താഴെയാണ്. അപ്പോഴും അവിടെ എന്തായി, ഇൻഡിവിജ്വലി മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചില്ല. പക്ഷെ മൊത്തം എത്ര കോടിയുടെ തെറ്റുണ്ട് അവിടെ? 21 കോടിയുടെ തെറ്റുണ്ട്. അതായത് ഇൻ അഗ്രിഗേറ്റ് എത്ര കോടിയായി? 20-നേക്കാളും കൂടി. ഓക്കെ, നമ്മുടെ മെറ്റീരിയാലിറ്റി തീരുമാനിച്ചതിനേക്കാളും കൂടി. അപ്പോൾ ഇൻ അഗ്രിഗേറ്റ് ചെയ്തതായി മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആയി. അപ്പം എന്താണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നില്ല എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യും, ഒപ്പീനിയൻ കൊടുക്കും. ഓക്കെ, ഇനി അത് വേറൊരു ഹെഡ് ഉണ്ട് വെച്ചു. അപ്പോൾ സെയിൽസ് ആൻഡ് അഡ്മിൻ പറഞ്ഞ ഒരു ഹെഡ് ഉണ്ട് വെച്ചു. ആ ഹെഡ് തന്നെ 20 കോടിയുടെ മേലെ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ഓഡിറ്റർ കണ്ടുപിടിച്ചു. 20 കോടിയുടെ മേലെ 22 കോടി മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് വെച്ചോ സെയിൽസ് ആൻഡ് അഡ്മിനിൽ. അപ്പം എന്തായി, അത് ഇൻഡിവിജ്വലി മിസ്റ്റേറ്റ്മെന്റ് സംഭവിച്ചു. ഇൻഡിവിജ്വലി അവിടെ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ അപ്പോൾ ഈ സെയിൽസ് ആൻഡ് അഡ്മിൻ കൊണ്ടുള്ള ഈ തെറ്റുണ്ടല്ലോ, 22 കോടി എന്നുള്ള തെറ്റ്, അത് ഇൻഡിവിജ്വലി മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. ഓക്കെ, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ സാലറി, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒന്നും ഇൻഡിവിജ്വലി മെറ്റീരിയലി മിസ്റ്റേറ്റഡ് അല്ല, പക്ഷേ ഇൻ അഗ്രിഗേറ്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയാലിറ്റി നോക്കുമ്പോൾ ഇൻഡിവിജ്വലിയും നോക്കണം, അഗ്രിഗേറ്റും നോക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊന്നും എഴുതിയെടുക്കണേ, ഈ മെറ്റീരിയാലിറ്റിയിൽ ഇൻഡിവിജ്വലിയും അഗ്രിഗേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അപ്പം അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കില്ല. അതുപോലെ തന്നെ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമല്ല കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കില്ല. ഇത് രണ്ടും സംഭവിച്ചാലും ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കില്ല. അപ്പോൾ എന്തിനാ ഇത്രയും കഥ പറഞ്ഞാൽ മേജർലി നമ്മൾ ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ത് പറഞ്ഞു? ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കാനാണ് ഇതൊക്കെ ചെയ്യണത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യണത്, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ചെക്ക് ചെയ്യണത് പറഞ്ഞു. അപ്പോൾ ഈ ഒപ്പീനിയൻ എന്നുള്ള ഈ സംഭവം കൊടുക്കാൻ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്താകുക, ഒപ്പീനിയൻ ഉണ്ടാവുക. ഓക്കെ, ഒപ്പീനിയൻ പറയുക ഓഡിറ്റർ, അതനുസരിച്ച് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ലയോ എന്നുള്ള കാര്യം പറയും. അതായത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓഡിറ്റർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് മാനേജ്മെന്റ് ചെയ്ത കാര്യങ്ങൾ റീസണബിളി ശരിയാണ്. ഓക്കെ, റീസണബിളി ഓൾമോസ്റ്റ് ഒക്കെ ശരിയാണ്, എല്ലാം കറക്റ്റ് ചെയ്തിരിക്കണം, അവർ പറഞ്ഞ പ്രകാരം അത് ശരിയാണെന്നുള്ളത് പറയുന്നത്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ ഓഡിറ്റർ, അതായത് മാനേജ്മെന്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, നിങ്ങളിത് വിശ്വസിക്കേണ്ടതെന്ന് തന്നെയാണ് ഈ നെഗറ്റീവ് ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പോസിറ്റീവ് ഒപ്പീനിയനും ഉണ്ട്, നെഗറ്റീവ് ഒപ്പീനിയനും ഉണ്ട്. പോസിറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് പറയുകയാണ്, നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിറ്റിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇതിന് പുറമെ ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഓഡിറ്റ് കൊണ്ട് നമുക്കൊരു, ഇല്ലെങ്കിൽ ആ യൂസേഴ്സിന് ഒരു 100% അഷുറൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഓഡിറ്റ് എപ്പോഴും ഒരു റീസണബിൾ അഷുറൻസേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 100% അഷുറൻസ് അല്ല. ഓക്കെ, അതായത് അബ്സല്യൂട്ട് അഷുറൻസ് അല്ല. ഓഡിറ്റ് എപ്പോഴും
റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഓഡിറ്റ് എപ്പോഴും റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. കാരണം ഓഡിറ്റിന് കുറെ ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. ബേസിക്കലി ഒരു സാധാരണ രീതിയിൽ എക്സാമ്പിൾ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്മാർട്ട് ബസാർ, റിലയൻസിന്റെ സ്മാർട്ട് ബസാർ ഉണ്ട്. സ്മാർട്ട് ബസാറിലൊക്കെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കും. ഓക്കെ, ഒരു ദിവസം. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഓഡിറ്റ് അധികവും ഒരു വർഷത്തിനാണ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റർ വന്നിട്ട് ഈ എല്ലാ ട്രാൻസാക്ഷനും ചെക്ക് ചെയ്യാൻ ഓഡിറ്ററെ കൊണ്ട് സാധിക്കില്ല. അത് അതിൻ്റെ ഒരു ഇൻഹറന്റ് ലിമിറ്റ്. കാരണം ഇത്ര ടൈം പീരീഡിനുള്ളിൽ ചെയ്യണം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓഡിറ്റ് അധികം സാമ്പിളിന്റെ ബേസിസിലായിരിക്കും ഓഡിറ്റ് ചെയ്യുക. ഓക്കെ, സാമ്പിളിന്റെ ബേസിസിലായിരിക്കും ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ തെറ്റ് കണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിൽ കുറെ തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മെറ്റീരിയലി മിസ്റ്റേക്കഡ് ആവോ എന്നും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കും. ഈ ചെക്ക് ചെയ്തതിൽ തെറ്റുകളൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ പറഞ്ഞിട്ടാണ് ഓഡിറ്റർ ഒപ്പീനിയൻ കൊടുക്കുക. മേ ബി അതുകൊണ്ട് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവണം എന്നില്ല. കാരണം ബാക്കിയുള്ള ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഒരു 1000 ട്രാൻസാക്ഷൻ മൊത്തം സംഭവിച്ചിട്ടുണ്ട്. അതിൽ മേ ബി സാമ്പിൾ 100 എടുക്കുകയുള്ളൂ. ഓക്കെ, ഈ 100 ചെക്ക് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ 1000ന്റെ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുന്നത്. കാരണം സാമ്പിളിങ് അങ്ങനെയാണ്. സാമ്പിളിങ് പഠിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അതൊരു സയന്റിഫിക്കൽ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 100 ചെക്ക് ചെയ്തിട്ടാണ് ഈ 1000ന്റെ കാര്യം പറയണത്. നമ്മൾ ഈ ചെക്ക് ചെയ്ത 100ലും ശരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, നല്ല റിപ്പോർട്ട് കൊടുത്തു, പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുത്തു. പക്ഷെ ബാക്കി നോക്കാത്ത ഈ ഏരിയയിൽ തെറ്റുണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓഡിറ്റ് എപ്പോഴും ഒരു റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിലോട്ട് നമ്മൾ പറയാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ളത്, വേറൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇനി അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആസ് പെർ ഗൈഡ് ലൈൻസ് ഓൺ ഇന്റേണൽ ഓഡിറ്റിംഗ് ഇഷ്യൂഡ് ബൈ ICAI. അതായത് ഇന്റേണൽ ഓഡിറ്റിങ്ങിന്റെ ഒരു കേസാണ്. നമ്മൾ എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓഡിറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രകാരം പറയുന്ന ഒരു ഡെഫിനേഷൻ എന്താ പറഞ്ഞാൽ, ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്കോട് ആഡ് ചെയ്യുന്നത്. അതായത് കുറെ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്. അതാണ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓഫ് എന്ത് ഡേറ്റ, സ്റ്റേറ്റ്മെന്റ്സ്, റെക്കോർഡ്സ്, ഓപ്പറേഷൻ ആൻഡ് പെർഫോമൻസ്. അതായത് നമ്മൾ പറഞ്ഞ ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഡേറ്റ, സ്റ്റേറ്റ്മെന്റ്സ്, റെക്കോർഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസ് കൂടെ ആഡ് ചെയ്യേണ്ടത്. അതായത് ഫിനാൻഷ്യൽ ഓർ അതർവൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് മേജർലി ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓഡിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഓക്കെ, ഇത് നോൺ സ്റ്റാറ്റ് ആണ്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഡെഫിനേഷനിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനും നമ്മൾ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓപ്പറേഷനും പെർഫോമൻസും ചെക്ക് ചെയ്യണം. അതായത് ആ കമ്പനിയിലുള്ള ഓപ്പറേഷനും പെർഫോമൻസും കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, ഓഫ് ആൻ എന്റർപ്രൈസ് ഫോർ എ സ്റ്റേറ്റഡ് പർപ്പസ്. അതായത് ഒരു സ്റ്റേറ്റഡ് പർപ്പസ് ഉണ്ട്. എന്തിനാണത് ചെയ്യണമെന്ന്, എന്തിനാ ഓഡിറ്റ് ചെയ്യണമെന്ന് ഒരു പർപ്പസ് ഉണ്ട്. അത് പ്രകാരം തന്നെയാണോ അവിടുത്തെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യണത്, സ്റ്റേറ്റ്മെന്റ്സ്, റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്, ഇല്ലെങ്കിൽ അത് ട്രാൻസാക്ട് ചെയ്യണത്. അതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ ഓപ്പറേഷനും പെർഫോമൻസും കൂടെ ചെക്ക് ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങൾക്കത് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബേസിക്കലി പറഞ്ഞുതരാം ഒരു ബ്രീഫായിട്ട്. ഓക്കെ, അപ്പോൾ അത് 2 ടൈപ്പാണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, രണ്ടാമത് നോൺ സ്റ്റാറ്റ്. ഓക്കെ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വാക്കിനുള്ള അർത്ഥം എന്താ, ഒരു ഐഡിയ ഉണ്ടാ. സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ നിയമപ്രകാരം, ഒരു ലോയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അധികം എന്തെങ്കിലും ലോ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ കമ്പനീസ് ആക്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ആയിരിക്കും. അപ്പൊ ഈ നിയമപ്രകാരമൊക്കെ ഓഡിറ്റ് പറയുന്നുണ്ട്. ഈ നിയമപ്രകാരമൊക്കെ ആർക്കൊക്കെ ഓഡിറ്റ് അപ്ലിക്കബിലിറ്റി ഉണ്ട്, ഏതൊക്കെ എൻറ്റിറ്റീസ് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് മാൻഡേറ്ററി ആയിരിക്കും. ഓക്കെ,
മാൻഡേറ്ററി ആയിട്ട് അവർ ചെയ്യണം. അപ്പോൾ കമ്പനീസ് ആക്ടിന് പ്രകാരം പറയണമെന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും, അതായത് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനിയും, ഓക്കെ, എല്ലാ കമ്പനിയും കമ്പൽസറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ചെയ്യണ ഓഡിറ്റാണ് കമ്പനി ഓഡിറ്റ്. അതാണ് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ കമ്പനി ഓഡിറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാണ്ട് പറയുന്നുണ്ട്. അത് ഈ ഇൻകം ടാക്സ് ആക്ടിൽ എന്ത് പറയുന്നത് പറഞ്ഞാൽ കമ്പനി മാത്രമല്ല, ബാക്കിയുള്ള കൺസേൺസ് ഉണ്ടല്ലോ, അപ്പോൾ പ്രോപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ഇവർക്കൊന്നും അധികം ഒരു ഇത് കമ്പനീസ് ആക്ട് പോലെ ഗവേണിംഗ് അതോറിറ്റി ഇല്ല, ഇല്ലെങ്കിൽ ഒരു ലോ ഇല്ല. നോർമലായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് സെർട്ടൈൻ ടേൺ ഓവർ ഇല്ലെങ്കിൽ പ്രോഫിറ്റ്, ടേൺ ഓവർ ലിമിറ്റ് പറയുന്നുണ്ട്. ഇത്ര ടേൺ ഓവറിന് മേലെ പോയി കഴിഞ്ഞാൽ അവർ മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാൻഡേറ്ററി ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോ ഓർമ്മ വരണം. സ്റ്റാറ്റ്യൂട്ടറി പറയുമ്പോൾ ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യണതാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ പോളിസി പ്രൊസീജിയറൊക്കെ ആ ആക്ടിൽ പറയും. ഇൻകം ടാക്സ് ആക്ട് ആണെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൽ പറയും, കമ്പനീസ് ആക്ട് ആണെങ്കിൽ കമ്പനീസ് ആക്ട് പറയും. അതുപോലെ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട്, IRDA, അതൊക്കെ ബാങ്ക് ഓഡിറ്റിൻ്റെ കേസ് ആണെങ്കിൽ ബാങ്ക് റെഗുലേഷൻസ് ആക്ട് പറയും. IRDA ഇൻഷുറൻസ് ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ പറയും. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ ഈ ഇന്റേണൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങളാണ്. അതായത് അവരുടെ മാനേജ്മെന്റ് തീരുമാനിക്കും ആ ഓഡിറ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മോർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ ഓഡിറ്റ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ആ ഡെഫിനേഷൻ പഠിച്ചല്ലോ, ഫിനാൻഷ്യൽ S200 പ്രകാരമുള്ള ഡെഫിനേഷൻ പഠിച്ചല്ലോ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഡിറ്റ് ചെയ്യണത്, അതായത് അത് ചെക്ക് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഓഡിറ്റാണ് പറയണം എന്നുള്ളത് പറഞ്ഞില്ല. അതായിരിക്കും ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അധികം. ഇവിടെ നോൺ സ്റ്റാറ്റ്യൂട്ടറി പക്ഷെ അതന്നെ ആവണമെന്നില്ല, മാനേജ്മെന്റ് തീരുമാനിക്കാം. ഓക്കെ, മാനേജ്മെന്റ് തീരുമാനിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ ആ പ്രൊപ്പറേറ്റർ തീരുമാനിക്കാം, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തീരുമാനിക്കാം. പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർ തീരുമാനിച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ഓഡിറ്റാണ് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം ഇതിൻ്റെ സ്കോപ്പ് തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ സ്കോപ്പ് തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ സ്കോപ്പ് ആയിരിക്കും ആരെയും തീരുമാനിക്കുക, ആ സർട്ടൈൻ ആ റെഗുലേറ്റേഴ്സ് ആയിരിക്കും, ആ നിയമമായിരിക്കും ചിലപ്പോഴല്ല ആ നിയമമായിരിക്കും അതിന്റെ സ്കോപ്പ് തീരുമാനിക്കുന്നത്, ആ ഓഡിറ്റിന്റെ സ്കോപ്പ് തീരുമാനിക്കുന്നത്. പക്ഷെ നോൺ സ്റ്റാറ്റ്യൂട്ടറി വന്നിട്ട് ആ മാനേജ്മെന്റ് ആയിരിക്കും. മേ ബി അവർക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ മാത്രമായിരിക്കില്ല വേണ്ടത്, ആ എൻറ്റിറ്റിയുടെ ഓപ്പറേഷൻസ്. ഓക്കെ, ആ എൻറ്റിറ്റിയുടെ ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യണമായിരിക്കും. അതായത് ആ ഓപ്പറേഷൻസിന്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എത്രത്തോളം എന്ന് മനസ്സിലാക്കണം. അവിടെ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അത് മാനേജ്മെന്റ് ഉദ്ദേശിച്ച പ്രകാരം തന്നെയാണോ ചെയ്യണത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിനു വേണ്ടി ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി. അത് മാൻഡേറ്ററി അല്ല. ഓക്കെ, അത് മാൻഡേറ്ററി അല്ല. പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എപ്പോഴും ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണലായിരിക്കും ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വാളിഫൈഡ് അല്ലാത്ത ആർക്കും ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി ഒരു CA ആയിരിക്കും ചെയ്യുക, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും യൂഷ്വലി ചെയ്യുക ഓഡിറ്റ്. ഓക്കെ, കമ്പനീസ് ആക്ട്. പിന്നെ അതുപോലെ കോസ്റ്റ് ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്ന കേസ് ഉണ്ട് കമ്പനീസ് ആക്ടിൽ. അത് CMA ആയിരിക്കും ചെയ്യുക, പ്രാക്ടീസിങ് CMA ആയിരിക്കും കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുക. അത് കമ്പനീസ് ആക്ടിൽ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെങ്കിൽ അത് മേ ബി പ്രൊഫഷണൽ ചെയ്യുക, ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇവിടെ CA പ്രാക്ടീസ് ആയിരിക്കണം ചെയ്യുണ്ടാവുക, ഇല്ലെങ്കിൽ ആരാണോ, കാരണം നമ്മുടെ ഇൻഡിപെൻഡൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇൻഡിപെൻഡൻസിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റർ പറഞ്ഞൊരു ഡെസിഗ്നേഷനെ കൊടുത്തിട്ട് അവർ അപ്പോയിന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർമിനോ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യുക ഈ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അധികം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമായിരിക്കില്ല, വേറെ പല കാര്യങ്ങളായിരിക്കും. അതായത് മാനേജ്മെന്റിന്റെ ഇന്റൻഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ ഓഡിറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇത് തമ്മിലൊരു ഡിഫറൻസ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഡെഫിനേഷനിലും ഡിഫറൻസ് വന്നത്. ഇത് വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക്. ഇവിടെ ഫിനാൻഷ്യൽ ഓർ അതർവൈസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റും ചെക്ക് ചെയ്യണം, നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് മേജറായിട്ട് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആണ്. എന്താണ് ഓഡിറ്റിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഇല്ലെങ്കിൽ നേരത്തെ മനസ്സിലാക്കി വെച്ചതെന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ ഇതാണ് ആക്ച്വലി ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക്
ബാക്കിയുള്ള ജേണി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ സി യു.